ഇങ്ങനെ ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കാൻ പാടില്ല. ഞാനങ്ങനെ തടഞ്ഞില്ലായിരുന്നെങ്കിലും ചെയ്തില്ലായിരുന്നെങ്കിലും മറ്റുള്ള വല്ല വഴിയാത്രക്കാരെയോ അല്ലെ വല്ല കുഞ്ഞുങ്ങളെയോ ഒക്കെ ഇടിച്ചേനെ. വാർത്തയ്ക്കകത്തൂടെ ഒക്കെ മനസ്സിലായി തുഫാന്റെ ടീമാണെന്നുള്ളത്. ഈ ടീം ഇങ്ങനെ ചെയ്യുമ്പം അവർ നമുക്ക് തരുന്ന മെസ്സേജ് എന്തുവാ? നമ്മൾ സാധാരണപ്പെട്ടവരായിരുന്നെങ്കിൽ അവരതിന് നടപടി എടുക്കത്തില്ലയോ? ഇവരുടെ ജോലി നഷ്ടപ്പെട്ടത് എനിക്ക് വിഷമമുണ്ട്. എന്നുവെച്ചാൽ ഒരു കുടുംബം പോറ്റാനുള്ളവരല്ലേ, നമ്മളെപ്പോലെ ജീവിക്കാൻ ഇറങ്ങിയതല്ലേ അവര്. നമസ്കാരം. നമസ്കാരം. ഒരു പോലീസ് വണ്ടി കുമ്പഴേന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പള്ളിപ്പടിക്ക് പത്തനംതിട്ടയ്ക്ക് പോകാനെ കൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ കറങ്ങി പോകുന്നു. അപ്പോൾ എനിക്ക് സംശയം തോന്നി, ഈ വണ്ടി ഡ്രൈവർ സീറ്റിൽ ഇരുന്ന ആൾ പുറമോട്ട് ഇങ്ങനെ ചാരി കിടക്കുമ്പോൾ ഞാൻ ഓർത്ത് ഇനി പുള്ളിക്കോ വല്ലാഴികയോ അറ്റായിക്കോ വല്ലോ ആണോ എന്നും കണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തോറും ഈ വണ്ടി പല വണ്ടികളെ ഇടിക്കാനായിട്ട് പോകുന്നു. പിന്നെ ഈ ഡ്രൈവർ സീറ്റിൽ തന്നെ ഇങ്ങനെ കിടന്ന് മുന്നോട്ട് ചെന്നപ്പോൾ ഇവിടെ ആയപ്പോൾ ബിവറേജിൻ്റെ അവിടെ ആയപ്പോൾ ഈ വണ്ടി മറിയാൻ പോയി. എൻ്റെ വണ്ടിക്കകത്ത് കസ്റ്റമർ ഉണ്ടായിരുന്നു. ഞാനും അവരും കൂടെ വിളിച്ചു പോയി. ഇടിക്കാൻ തുടങ്ങിയിട്ടാണ് അങ്ങോട്ട് പോയത്. വിളിച്ചു പോയിട്ട് പിന്നെയും വണ്ടി മുന്നോട്ട് പോയി. അപ്പോൾ ഇതെന്തോണെന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ ഈ വണ്ടിയെ ഞാൻ പിന്തുടർന്ന് നമ്മുടെ റിംഗ് റോഡിൽ ശ്രീവത്സത്തിന് ഇപ്പുറം ചെന്നപ്പം ഈ വണ്ടി പതുക്കെ നടുക്കങ്ങ് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് വണ്ടി കയറ്റിയിട്ടിട്ട് ചാടി ഇറങ്ങി. അപ്പോൾ അവിടുന്ന് ഒരു ബസ് കൂടെ വന്നു. ആ ബസ്സുകാരെ കൂടെ ഞാൻ പിടിച്ചിറക്കി. നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ മദ്യപിച്ചിട്ടുള്ളതാണ്. പക്ഷേ പോലീസുകാരത് പറയാം, പോലീസ് വണ്ടിയാണെന്നേ ഉള്ളൂ. സിവിൽ ഡ്രസ്സിലായിരുന്നു അവർ ഉള്ളത്. ഞാൻ ഇറങ്ങി ചെന്ന് പെട്ടെന്ന് ഫോട്ടോ എടുത്തു. നമുക്കറിയണമല്ലോ, പിന്നല്ലേ നമ്മൾ വണ്ടി തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞ കുറ്റങ്ങളൊക്കെ നമുക്ക് വരാമല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തെ ആൾക്കാരെല്ലാം കൂടെ വന്ന് അപ്പോഴത്തെ അതിനകത്തിരുന്ന രണ്ടാളെ ഇറങ്ങി ഓടി. അപ്പം പിന്നെ ഈ ഡ്രൈവർ മാത്രമേ ആയുള്ളൂ. അപ്പോഴത്തേനും പിന്നെ എല്ലാവരും കൂടി ഞാനപ്പം കൂടെ നിന്ന ആളാ ചാവി ഊരി. ഞാൻ ചാവിയൊന്നും ഊരിയിട്ടില്ല. എൻ്റെ ഈ തന്നു ചാവി ഊരി. അപ്പോൾ എൻ്റെ ആൾക്ക് പനിയായിരുന്നു. ആ പുള്ളിയെ കൊണ്ട് എനിക്ക് ആശുപത്രിയിൽ പോകണമായിരുന്നു. ഞാൻ അവിടെ വണ്ടി തടസ്സപ്പെടുത്തിയില്ലായിരുന്നു. പല വണ്ടികളെ ഇടിച്ച് വലിയ അപകടം നടന്നേനെ. പോയ വഴിക്കൊക്കെ വണ്ടി ഇടിക്കാനായിട്ടാണ് പോയത്. പക്ഷേ ഇവർ മദ്യപിച്ചുള്ളതാണെന്ന് എനിക്ക് അങ്ങ് എന്നാ മനസ്സിലായത്. എനിക്ക് കണ്ടപ്പം ഒത്തിരി വിഷമം തോന്നി. നമ്മളെ സംരക്ഷിക്കേണ്ടവരിങ്ങനെ, അതും പിന്നെ എനിക്ക് വാർത്തയ്ക്കകത്തൂടെ ഒക്കെ മനസ്സിലായി തുഫാന്റെ ടീമാണെന്നുള്ളത്. ഈ ടീം ഇങ്ങനെ ചെയ്യുമ്പം അവർ നമുക്ക് തരുന്ന മെസ്സേജ് എന്തുവാ? യാതൊരു മെസ്സേജും ഇല്ല അല്ലേ? എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അവരങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. നമ്മുടെ പത്തനംതിട്ട പോലീസിനെ അവർ നാണം കെടുത്തുമല്ലേ ചെയ്തിട്ടുള്ളത്. നമ്മുടെ നല്ലവരായ പോലീസാണ് പത്തനംതിട്ടയുള്ളത്. അർഹിക്കുന്നതുമാണ്. അതിലുപരി ഇവരുടെ ജോലി നഷ്ടപ്പെട്ടത് എനിക്ക് വിഷമമുണ്ട്. എന്നുവെച്ചാൽ ഒരു കുടുംബം പോറ്റാനുള്ളവരല്ലേ, നമ്മളെപ്പോലെ ജീവിക്കാൻ ഇറങ്ങിയതല്ലേ അവർ. പക്ഷെങ്കിൽ ഇവർ അർഹിക്കുന്നതാണ് അവർ ചെയ്തിട്ടുള്ളത്.